പക്ഷേ കാർത്തിക്കിനത് അറിയിക്കുന്നില്ല. ഐശ്വര്യയെ അസൂയപ്പെടുത്താനും തന്റെ പ്രണയം തിരിച്ചറിയാനും വേണ്ടി കാർത്തിക് നിഷയുമായി ഒരു വ്യാജ വിവാഹനിശ്ചയം നടത്താൻ പദ്ധതിയിടുന്നു. അർജുന്റെ നിയന്ത്രണത്തിലുള്ള ജീവിതത്തിൽ ഐശ്വര്യയ്ക്ക് മടുപ്പും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു തുടങ്ങുന്നു. പണത്തേക്കാൾ വലുത് കാർത്തിക്കുമായുള്ള യഥാർത്ഥ ബന്ധമാണെന്ന് അവൾ തിരിച്ചറിയുന്നു. വാലന്റൈൻസ് ഡേയുടെ തലേന്നാണ് കാർത്തിക്കിന്റെയും നിഷയുടെയും വിവാഹനിശ്ചയം നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ഐശ്വര്യ അർജുനൊപ്പം ലണ്ടനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. യാത്ര പുറപ്പെടേണ്ട രാത്രിയിൽ അർജുനുമൊത്തുള്ള ജീവിതം തനിക്ക് വേണ്ടെന്ന് ഐശ്വര്യ മനസ്സിലാക്കുകയും താൻ കാർത്തികിനെയാണ് സ്നേഹിക്കുന്നതെന്ന് അവനോട് പറയുകയും ചെയ്യുന്നു. തുടർന്ന് ഐശ്വര്യ കാർത്തിക്കിന്റെ വിവാഹ നിശ്ചയവേദിയിലേക്ക് ഓടിയെത്തുകയും കാർത്തിക്കിനോടുള്ള തന്റെ യഥാർത്ഥ സ്നേഹം പരസ്യമായി ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്നാൽ കാർത്തിക് അവളെ നിരസിക്കുകയും നിഷയോടൊപ്പം പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് കാർത്തിക് ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്നു. നിഷയും കാർത്തികും ചേർന്ന് ഐശ്വര്യയ്ക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകമായിരുന്നു ഈ വ്യാജ വിവാഹ നിശ്ചയം. പണത്തിന് നൽകിയ പ്രാധാന്യം തെറ്റായിരുന്നുവെന്ന് ഐശ്വര്യയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അത് കേട്ടപ്പോൾ ഐശ്വര്യയ്ക്ക് സന്തോഷമാവുന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാർത്തിക് ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്യുന്നു. ഐശ്വര്യ യെസ് പറയുകയും ചെയ്തു.